ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതാണ് എൻ്റെ കുഞ്ഞുമോൻ. പുതിയ പുതിയ കൂട്ടുകാർക്ക്, കാണാത്ത കൂട്ടുകാർക്കാണ് കേട്ടോ എൻ്റെ മോൻ എന്നിട്ട്. അപ്പം നമുക്ക് പുതിയ പേക്ക് പറഞ്ഞു കൊടുക്കാം. നമുക്ക് അവർക്ക് ചുന്തിരികളാക്കി എടുക്കണ്ടേ. ഇന്ന് കുട്ടി സ്കൂളിൽ പോയിട്ടില്ല. വാവുന്ന് പറഞ്ഞ ചുമയാന്ന് പറയാ, ജലദോഷാന്ന് പറയാ. ദോശയല്ല, ദോഷം. നോമ്പ് കളിച്ചോട്ടാ. നമ്മ ഇത് പറഞ്ഞു കൊടുക്കട്ടെ കേട്ടാ. അപ്പൊ ഇത് നമുക്ക് ഇടാൻ പറ്റില്ല കേട്ടാ, ഞാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമുക്ക് അടിപൊളി ഒരു സിമ്പിൾ ആയിട്ടുള്ള പാക്കാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മുഖം ബ്രൈറ്റൻ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല ഗ്ലോയിങ്ങും കിട്ടും, നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. ഇത് രണ്ട് ഐറ്റംസ് അല്ലെങ്കിൽ കൂടി ഇത് വേണമെങ്കിൽ നമ്മൾ ഒരു ഐറ്റം കൂടി അതിൽ കൂടി ചേർക്കുന്നുണ്ട്. അത് പേടിയുള്ളവർക്ക് വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ രണ്ട് ഐറ്റം മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന അടിപൊളി പാക്കാണ് കേട്ടോ. ഓ എന്താടാ അത് കളയും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാശികൂട്ടനായ നമ്മുടെ തൈരിനെ നമ്മൾ ആദ്യമായിട്ട് എടുക്കുകയാണ്. രാശി എന്ന് പറഞ്ഞത് എൻ്റെ ചാനലിൽ നമുക്കൊരു എൻ്റെ വീഡിയോ റീച്ച് ആവാനായിട്ട് കാരണക്കാരനായതാണ് തൈര്. അപ്പോൾ എൻ്റെ രാശി എന്ന് പറയുന്നത് എനിക്ക് തൈരാണ് കേട്ടോ. അത് നമുക്ക് 2025 അങ്ങനെ ഒരു രാശി എനിക്ക് വന്നത്. പിന്നെ നമുക്കതിലോട്ട് വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ. നമുക്ക് ഈ തൈരും അരിപ്പൊടിയും മാത്രം വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് സ്കിന്നൊക്കെ ബ്രൈറ്റൻ ആക്കാൻ പറ്റും. തൈര് വെറുതെ തേക്കുന്നത് നല്ലതാണ്. എല്ലാ പാക്കുകളും നമുക്ക് ഡെയിലി തേക്കാൻ പറ്റില്ല കേട്ടോ. എല്ലാ പാക്കുകളും ഞാൻ തേക്കാൻ പറ്റുന്ന പാക്കുകൾ നമ്മൾ പറയുന്നുണ്ട്. നമുക്ക് തൈര് തന്നെ നമുക്ക് തേച്ച് കൊടുക്കാം. ഇപ്പം തന്നെ ഇതൊരു ക്രീമി പരുവത്തിലായി കണ്ടോ. അരിപ്പൊടിയും തൈരും കൂടി ചേർന്നപ്പോൾ തന്നെ നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി തൈര് തേച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഈ മുഖക്കുരു വരുമോ എന്നുള്ള പേടിയുള്ള ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ വേണമെങ്കിൽ കുറച്ച് കടലമാവും കൂടി ഓപ്ഷനിലാണ്, കടലമാവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുഖം കഴുകി കഴിയുമ്പോൾ ആ എണ്ണമയം ഒന്നും നമ്മുടെ മുഖത്ത്, തൈരിൻ്റെ ആ എണ്ണമയം ഒന്നും മുഖത്ത് ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ മോയ്സ്ചറൈസ് തേക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചേർക്കുമ്പോൾ കടലമാവ് ഒരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. അധികമൊന്നും വേണ്ട, 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. നമ്മൾ അരിപ്പൊടി നമ്മൾ ഒന്നിടാണെങ്കിൽ കടലമാവ് 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ തൈരും അരിപ്പൊടി മാത്രം മതി. അങ്ങനെ പേടിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത് കടലമാവും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മളത് ചേർത്ത് നമ്മൾ മുഖത്ത് ഇടാൻ പോവാം കേട്ടോ. അപ്പോൾ നല്ലൊരു ക്രീം കളറിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അരിപ്പൊടിയും തൈരും കൂടെ ഇപ്പോൾ വെള്ളയായിരുന്നു, ഇത് വന്നപ്പോൾ നമുക്കൊരു ക്രീം കളറിൽ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വാനില ഐസ്ക്രീമിൻ്റെ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ട, നമുക്കിത് വേഗം തന്നെ മുഖത്തിട്ട് കൊടുക്കാം. ഇത് മുഖത്തിട്ട് ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയാം. അപ്പോൾ നമ്മുടെ പാക്ക് ഇന്ന് സിമ്പിൾ പാക്കാണ്, എന്നാൽ അടിപൊളി റിസൾട്ടാണ് കേട്ടോ. പെട്ടെന്നൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് കേട്ടോ. വീട്ടിൽ പണികളെടുക്കുമ്പോൾ നമുക്ക് കാലത്ത് എണീറ്റിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഫംഗ്ഷന് പോയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് തൈര് എടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം നമ്മുടെ മുഖത്തിട്ടിട്ട് അത് കളയാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മൾ കുറേ നാൾക്ക് ശേഷമൊക്കെയാണ് അങ്ങനെ ഒരു പാക്ക് കാര്യങ്ങളൊക്കെ ഇടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുട്ടിൻ്റെ പൊടി ഉണ്ടല്ലോ, നൈസല്ലാത്ത അരിപ്പൊടി ഇല്ലേ, അതെടുത്തിട്ട് ചെയ്യുന്നതാണ് ഒത്തിരി കൂടി ഗുണം കിട്ടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഒരു സ്ക്രബിങ്ങിൻ്റെ എഫക്റ്റും കൂടി നമുക്ക് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് മൂക്കിൻ്റെ അവിടെയുള്ള വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, അങ്ങനത്തെ പിന്നെ ചെറിയ ആണി പോലത്തെ കുരുക്കൾ, അതൊക്കെ പോകാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കടലമാവ് എപ്പോഴായാലും ഒന്ന് കുറച്ച് മേടിച്ച് വെച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ മുഖം വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ട് വേണം ചെയ്യാനായിട്ട്. അത് ഞാൻ എപ്പോഴും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ. നമ്മുടെ ശരീരത്ത് ജലാംശം ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് പാക്ക് ഇട്ടിട്ടും
കാര്യമില്ല. ജലാംശം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖം സ്കിന്ന് മൊത്തത്തിൽ ഡ്രൈ ആവും. അപ്പോഴൊക്കെയാണ് നമ്മുടെ ചുളിച്ചിൽ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ധാരാളം വെള്ളം കുടിക്കാൻ നോക്കുക. അത് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക. അല്ലാണ്ട് തോര ഒറ്റ കുപ്പിയിരുന്ന് വെള്ളം കുടിക്കുകയല്ല ചെയ്യേണ്ടത്. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക കേട്ടോ. ഈ ഭാഗത്തൊക്കെ നമുക്ക് ഒരുപാടുണ്ടാവും, നമ്മളറിയുക പോലും ഇല്ല. ഈ കറുത്ത കുത്ത് പോലത്തെ ഈ ബ്ലാക്ക് ഹെഡ്സ് ഇഷ്ടം പോലെ നമ്മുടെ ഈ ആടിയുടെ ഭാഗത്തൊക്കെ വരും. നമ്മളിത് നിരന്തരമായിട്ടുള്ള നമ്മുടെ പാക്കിങ്ങിലൂടെയൊക്കെ എനിക്കൊന്നുമില്ല, പക്ഷേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മാത്രം. നമ്മൾ വല്ലപ്പോഴായാലും അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്തു കൊടുക്കാം കേട്ടോ. ഇവിടെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുറച്ച് ലഹളയൊക്കെ ഉണ്ട്. ഇവിടെ കുറേ നാളായി വീഡിയോയിലൊക്കെ വന്നിട്ട്, നമ്മുടെ ആദ്യത്തെ വീഡിയോയിലൊക്കെ അവനുണ്ട്. പിന്നെ ഇപ്പോൾ ക്ലാസ്സിൽ പോയി തുടങ്ങിയപ്പോഴാണ് ഞാൻ, പിന്നെ ഇവിടെ ആരുമില്ല. അപ്പോൾ മറ്റേ നമ്മൾ പുറത്താണിരുന്ന് വീഡിയോ എടുത്തിരുന്നത് മുഴുവൻ. അപ്പോൾ ഇന്നിപ്പോൾ കുട്ടീനെ ഇട്ടില്ല, അതിന് വയ്യ. ആരുമില്ലാത്തപ്പോഴാണ് നമ്മൾ ഈ അകത്തിരുന്നിട്ടുള്ള വീഡിയോ എടുക്കൽ തുടങ്ങിയത്. നമ്മുടെ ഈ ഭാഗത്തുള്ള ഈ കറുപ്പ് കളറൊക്കെ പോകാനൊക്കെ ആയിട്ടേ ഇതൊക്കെ വളരെ ഗുണം ചെയ്യണ കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാ നല്ലതെന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യുക. ഞങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് ചെയ്ത് കാണിക്കണം. അപ്പം നമ്മുടെ നല്ലപോലെ മസാജ് കൊടുക്കുക. വീണ്ടും ഒരു കോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ചുമയുണ്ടടാ. ഓയ് ഏത് അടച്ചേക്കത്? രണ്ടാമത്തെ ഇതും കൂടി ഇട്ട് കഴിഞ്ഞാലേ ഏത് പാക്കഡായാലും 2 പ്രാവശ്യം, ആദ്യത്തെ പ്രാവശ്യം വലിഞ്ഞിട്ട് ഒന്ന് രണ്ടാമത്തെ വട്ടം കിട്ടണം കേട്ടോ. എന്നാലാണ് നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് പക്കയായിട്ട് കിട്ടുള്ളൂ. പിന്നെ ആദ്യത്തെ പ്രാവശ്യം കൊടുക്കുമ്പോൾ മസാജ് കൊടുക്കുക. ഇതൊന്നും ഇനി വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞു തരില്ല കേട്ടോ. ഇനി ചൂരിലെടുത്തിരിക്കുള്ളൂ ഞാൻ. കുഞ്ഞാത് പോവട്ടെ, അരിപ്പൊടി പോവേ. അടച്ചു വയ്ക്കടാ. കഴിഞ്ഞു കേട്ടോ. നമുക്കൊരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് കാണാം കേട്ടോ. അടിപൊളി റിസൾട്ട്. നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും കാണുമ്പോൾ. ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റുള്ളൂ കേട്ടോ. നന്നായില്ലോ. നമ്മുടെ മുഖമൊക്കെ നല്ല പോലെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നിൽക്കാൻ പറ്റില്ല, അതേപോലെ ആയിട്ടുണ്ട്. കഴുത്തൊക്കെ കണ്ടോ. നമുക്ക് കഴുകിയിട്ട് ഇതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് കാണാൻ പോവല്ല കേട്ടോ. അപ്പോൾ നമ്മളിതേ മുഖമൊക്കെ കഴുകി വന്ന് കണ്ട അടിപൊളി റിസൾട്ട് ആയിട്ടുണ്ട് അല്ലേ. നല്ല കിഡുവാണ്. പിരികത്തുള്ള വെള്ളത്തിൻ്റെയാണ് കേട്ടോ. കണ്ടോ, ഞാൻ മുഖം പോലും തുടച്ചിട്ടില്ല. പിന്നെ നമ്മൾ ഇതിട്ട് നമുക്ക് മുഖം വല്ലാണ്ട് ഡ്രൈ ആയിട്ടുള്ളിരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മുഖം കഴുകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കയ്യിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ആദ്യം നമ്മുടെ മുഖത്ത് ഒന്ന് അതിൻ്റെ പെട്ടെന്നിട്ട് ഉറയ്ക്കാതെ ഒന്ന് എന്താ പറയുക, അതിനെന്താ പറയുക, തളിച്ചു കൊടുക്കണതിന് പകരം നമ്മൾ മുഖത്ത് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളത് പതുക്കെ സ്ക്രബ് ചെയ്തെടുക്കുകയാണെങ്കിൽ കിട്ടുവാണ് കേട്ടോ. അപ്പോൾ കൈയോടെ തന്നെ വെള്ളം എടുത്തിട്ട് മുഖത്ത് ഉരച്ച് നാശാക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്തതിനുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിങ്ങനെ ചെയ്യേണ്ടത്. കണ്ട നല്ല റോസ് കളർ പോലെയൊക്കെ ആയില്ലേ. അതൊക്കെ കഴിഞ്ഞു. നമ്മൾ മുഖമൊക്കെ തുടച്ചതിന് ശേഷം അതാ അമ്മ പറഞ്ഞപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. കൈ മുറിയണ സാധനം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസ് ക്രീം തേച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ തേക്കുന്നത് ലാക്മേടെയാണ് കേട്ടോ. ലാക്മേടെയാണ് ഞാൻ തേക്കുന്നത്. ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. 360 രൂപയായിട്ടുണ്ട്. ഇത് മേടിച്ചിട്ട് ഇപ്പോൾ ഒരു 3 മാസത്തോളം ആയിട്ടുണ്ട്. ഇപ്പോഴും ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്രയ്ക്ക് തന്നെ വരണുള്ളൂ. അപ്പോൾ ഒരു മോയ്സ്ചറൈസും കൂടിയായി. അപ്പോൾ നമ്മുടെ മുഖം വലിച്ചിലോ വേറെ പ്രശ്നങ്ങളോ ഒന്നും വരില്ല. എപ്പോഴായാലും നമ്മൾ മോയ്സ്ചറൈസ് തേക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. പിന്നെ ഇന്നലത്തെ ടിപ്പുകളൊക്കെ
ഇന്നലത്തെ ടിപ്പുകളൊക്കെ എല്ലാവരും ചെയ്ത് നോക്കണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനലിലോട്ട് വരുന്ന ഫ്രണ്ട്സുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു കിഡ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.